വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സൗത്ത് ഗസയിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന വീണ്ടും ആവശ്യപ്പെട്ടു. അതേസമയം ഒഴിഞ്ഞു പോകുന്ന ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സ്നൈപ്പേഴ്സ് വെടിയുതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഗസൻ വെടിനിർത്തലും ഇസ്രായേൽ തടവുകാരുടെ മോചനവും സംബന്ധിച്ച ചർച്ച ഖത്തറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഗസ സിറ്റിയുടെ തെക്ക് ഭാഗത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളോട് ആവശ്യപ്പെട്ടു. അതിന് സൈന്യം പറയുന്ന കാരണം അവിടെ തീവ്ര യുദ്ധമേഖലയാണെന്നും അതിനാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുമാണ്. അതേസമയം ഒഴിഞ്ഞു പോകുന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രായേലിന്റെ സ്നൈപ്പേഴ്സുകൾ തീതുപ്പിക്കൊണ്ടിരിക്കുകയാണ്. മധ്യഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിനടുത്തുള്ള ഒരു വീടിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 4ലധികം പേർ മരണപ്പെടുകയും ചെയ്തു. പരിക്ക് പറ്റിയവരെ അൽ അക്സ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ദർ അൽ ബലയിലുണ്ടായ ആക്രമണത്തിൽ 14ലധികം ഫലസ്തീനികൾ കൂടി ബുധനാഴ്ച കൊല്ലപ്പെട്ടു. ഗസൽ വെടിനിർത്തൽ കരാറും ഇസ്രായേലി ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇസ്രായേലി പ്രതിനിധി സംഘം ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തി. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ദൂതനായ ബ്രെറ്റ് മഗർക്കുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഇസ്രായേലിന് നിക്ഷിപ്തമായ റെഡ് ലൈൻ ഭേദിക്കാത്ത ഏതൊരു കരാറിനും ഞാൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് രൂപകൽപ്പന ചെയ്ത വെടിനിർത്തൽ കരാർ വീണ്ടും മിനുക്കി തുടച്ച് പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി മധ്യസ്ഥർ ഖത്തറിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം കുറച്ച് ഇസ്രായേലി ബന്ധുക്കളെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും പ്രായം ചെന്നവരെയും രോഗികളായവരെയും ഹമാസ് വിട്ടയക്കണം. പകരം ഇസ്രായേലി ജയിലിലെ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം. കൂടെ 6 ആഴ്ചയിലെ വെടിനിർത്തലും. രണ്ടാം ഘട്ടം പരസ്പരം ശത്രുതകൾ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ബാക്കിയുള്ള ബന്ദികളെ കൂടി വിട്ടയക്കുകയും വേണം. മൂന്നാം ഘട്ടം ഗസയുടെ പുനർനിർമ്മാണവും മരിച്ച ബന്ദികളുടെ കൈമാറ്റവുമാണ്. എന്നാൽ ഈ നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വച്ചത് മെയ് 31-നാണ്. അന്നു മുതൽ ഇന്ന് വരെയും പലവട്ടം ഈ കരാർ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്ന നിലയിൽ അമേരിക്കയും മറ്റു തൽപര കക്ഷികളും പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും അത് പ്രാവർത്തികമാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ആ പ്രഖ്യാപനങ്ങളൊക്കെയും തന്നെ പാവം ഫലസ്തീനികളിൽ മോഹങ്ങളും പ്രതീക്ഷകളും നൽകിയിരുന്നു. അവർ പ്രതീക്ഷകളോടെ നിരാലംബരായ ഫലസ്തീനികൾ തങ്ങളുടെ മണ്ണിലേക്കും വീടുകളിലേക്കും മടങ്ങി വരാമെന്ന വ്യാമോഹത്തിൽ പലതവണ തങ്ങളുടെ മണ്ണിലേക്കും വീടുകളിലേക്കും തിരിച്ചു വരികയും ആക്രമിക്കപ്പെടുകയും ചെയ്യുകയല്ലാതെ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെയും ഇസ്രായേൽ തങ്ങളുടെ ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ചുകൊണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഗസയിലും റഫയിലും ഖാൻ യൂനിസിനും മറ്റു പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി നിർബാധം തുടരുകയായിരുന്നു. ഇതുവരെയും ഫലം കാണാത്ത അമേരിക്കയുടെ പിൻബലമുള്ള കരാറാണ് വീണ്ടും പൊടിതട്ടി മിനുക്കി വീണ്ടും ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഈ കരാർ ഇനിയും വിജയിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സൂചന 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. അതിൽ പ്രധാനമായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേൽ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്നാണ്. എന്താണ് ഇസ്രായേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം? ഇസ്രായേലിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. എന്നാൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ഒരു വ്യാമോഹം മാത്രമായി മാറുകയേ ഉള്ളൂ. കാരണം മുമ്പത്തെ ഹമാസ് അല്ല ഇന്ന് ഫലസ്തീനിൽ. കാരണം എല്ലാ ഫലസ്തീൻ ജനങ്ങളും ഇന്ന് ഹമാസിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഹമാസ് എന്നാൽ അത് ഗസയാണ്, ഖാൻ യൂനിസാണ്, റഫയാണ്, ജബലിയയാണ്, എന്തിനേറെ ഫലസ്തീൻ തന്നെയാണ് ഇന്ന് ഹമാസ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് നെതന്യാഹുവിന്റെ വെറും വ്യാമോഹം മാത്രമായി മാറുകയാണ്. രണ്ടാമത്തെ നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തെക്കൻ ബോർഡർ കടന്ന് ഇസ്രായേലിലേക്ക് ഒരു ആയുധങ്ങളും കടന്നു വരരുത് എന്നുള്ളതാണ്. ഫലസ്തീൻ ജനത ജീവിക്കുന്ന കാലത്തോളം ഇസ്രായേൽ മണ്ണിനോടുള്ള ആ ശത്രുത അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും ഇന്നേറ്റ മുറിവിന്റെ മുറിപ്പാടുകൾ ഉണങ്ങാതെ നിൽക്കുന്ന കാലത്തോളം
ഗസയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം ഹമാസ് പറയുന്നത് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സൈന്യവുമാണ് വെടിനിർത്തൽ കരാറിന് തുരങ്കം വെക്കുന്നതെന്നാണ്. അവരാണ് അക്രമം വർദ്ധിപ്പിച്ചുകൊണ്ട് ഗസയിൽ സമാധാനമില്ലാതാക്കുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് സമാധാന കരാർ അംഗീകരിക്കണമെന്ന് പറയുന്ന അമേരിക്ക ഈ യുദ്ധത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. സത്യത്തിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയായിരുന്നു, ഇസ്രായേലിന്റെ കൂട്ടുകക്ഷിയായിരുന്നു. ഇസ്രായേലിനെ ആയുധമണിയിച്ചുകൊണ്ടും സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടും അമേരിക്ക എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന്റെ ഈ യുദ്ധത്തിൽ പങ്കാളിയായി മാറുകയായിരുന്നു. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയപ്പോഴും അക്രമം നിർത്താൻ ആവശ്യപ്പെട്ടപ്പോഴും അമേരിക് ഇസ്രായേലിനെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമേരിക്കയും ഈ വംശഹത്യയുടെ ശക്തമായൊരു കണ്ണിയായി മാറുകയായിരുന്നു. അതേ അമേരിക്കൻ ബൈഡൻ തന്നെയാണ് ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കൂടുതൽ താല്പര്യമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് 5 രാജ്യങ്ങളാണ്. ഒന്ന്, ഹമാസുമായി കൂടുതൽ ആത്മബന്ധമുള്ള അല്ലെങ്കിൽ സൗഹൃദമോ ഉള്ള ഖത്തർ. 2, ഇസ്രായേലുമായി 45 വർഷത്തെ സമാധാന ഉടമ്പടിയിൽ നിന്നും യാതൊരു കടുകിട പോലും വ്യതിചലിക്കാതെ ഇസ്രായേലിന്റെ ചങ്ങാതിയായി ഇപ്പോഴും തുടരുന്ന ഈജിപ്താണ്. 3, ഈ അക്രമങ്ങൾക്കും വംശഹത്യകൾക്കും ഇസ്രായേലിനെ കുടപിടിച്ച അമേരിക്കയാണ്. 4, വംശഹത്യ ഭീകരനായി ഇസ്രായേലും. 5, ഒരു ആയുധവുമില്ലാതെ വെറും റോക്കറ്റുകൾ മാത്രം കയ്യിലേന്തി ഇസ്രായേലിനെതിരെ പടനയിച്ച ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത ഹമാസുമാണ്. ഇവിടെ ഹമാസിനും ഫലസ്തീനും ഒരു വെടിനിർത്തൽ ആവശ്യമാണ്. കാരണം ഫലസ്തീനികൾ അത്രമാത്രം സഹിച്ചിരിക്കുന്നു. ഇനിയും സഹിക്കാൻ അവർക്ക് വയ്യ. ആ രൂപത്തിൽ അവരുടെ ജീവിതം മാറിയിരിക്കുന്നു. ഓരോ ദിവസത്തെയും ഫലസ്തീനികളുടെ ജീവിതം നീട്ടിക്കിട്ടുന്നത് ഒരു ഞാണിന്മേൽ കളി പോലെയാണ്. അതിൽ നിന്നും അവർക്കൊരു മോചനം വേണം. അതിനൊരു വെടിനിർത്തൽ ആവശ്യമാണ്, അനിവാര്യമാണ്. അതേസമയം നെതന്യാഹു വെടിനിർത്തൽ കരാറിന് നിർബന്ധനാവുകയാണ്. രാജ്യത്തിന് അകത്തു തന്നെയുള്ള സമ്മർദ്ദം, ബന്ദികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും സമ്മർദ്ദം, ലോക ജനതയുടെ സമ്മർദ്ദം, ലോക രാജ്യങ്ങളുടെ സമ്മർദ്ദം, അവസാനം അമേരിക്കയുടെ സമ്മർദ്ദം, ഇതിനെല്ലാം വഴികെയാണ് നെതന്യാഹു ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിന് അർദ്ധമനസ്സോടെ നിൽക്കുന്നത്. അതേസമയം നെതന്യാഹുവിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. അത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയം മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈനിലെ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തി. നിരപരാധികളായ ഒരുപാട് കുട്ടികളും സാധാരണ മനുഷ്യരുമാണ് അതിൽ ഇല്ലാതായത്. അതേസമയം ഉടനെ തന്നെ അമേരിക്ക ആ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അമേരിക്ക പറഞ്ഞത് റഷ്യയുടെ ഈ തത്വദീക്ഷതയില്ലാത്ത യുദ്ധവും ആക്രമണവും മനഃപൂർവ്വമുള്ള കരുതിക്കുട്ടിയുള്ള കൊലപാതകമാണെന്നാണ്, ഏറ്റവും വലിയ യുദ്ധക്കുറ്റമാണെന്നാണ്. അമേരിക്ക പറഞ്ഞത് റഷ്യ ഒരിക്കലും ലക്ഷ്യം വെക്കാൻ പാടില്ലാത്ത സൈറ്റുകളെയാണ് ആക്രമിക്കുന്നത് എന്നാണ്. അതൊരിക്കലും യുക്രൈൻ്റെ മിലിറ്ററി ബേസോ മിലിറ്ററി സങ്കേതങ്ങളോ അവരുടെ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളോ മിലിറ്ററികളുടെ ഷെൽട്ടറുകളോ ആയിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും റഷ്യൻ സൈന്യത്തിന്റെ ലക്ഷ്യസ്ഥാനമാവാൻ പാടില്ലായിരുന്നു എന്ന് തർപ്പിച്ച് അമേരിക്ക പറയുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് ഇത് റഷ്യയുടെ കരുതിക്കുട്ടിയുള്ള മനുഷ്യകുരുതിയാണെന്ന്. അതേസമയം ഗസയിൽ നടന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെയും കൂട്ടക്കൊലയിൽ ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ് വാച്ചും ഇതേ യുദ്ധക്കുറ്റങ്ങൾ ഗസയിൽ നടക്കുന്നു എന്ന് ആരോപിച്ചിരുന്നു. അന്ന് അമേരിക്കക്കോ വെസ്റ്റേൺ കൺട്രികൾക്കോ യാതൊരു നിലപാടുമുണ്ടായിരുന്നില്ല. അവർ അപ്പോഴും ഇസ്രായേലിന്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ നാം ഇന്ന് ചോദിക്കുകയാണ്, യുക്രൈനിലെ കുട്ടികൾക്കും ഗസയിലെ കുട്ടികൾക്കും 2 നീതിയാണോ? യുക്രൈനിലെ സിവിലിയന്മാർക്കും ഗസയിലെ സിവിലിയന്മാർക്കും 2 നീതിയാണോ? ഇവിടെയാണ് നാം അമേരിക്കയുടെയും മറ്റു വെസ്റ്റേൺ കൺട്രികളുടെയും ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. യുക്രൈൻ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ വേദനയുണ്ടായ അമേരിക്കയ്ക്കും മറ്റു യൂറോപ്യൻ നാടുകൾക്കും ഗസയിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവൻ ഇല്ലാതായപ്പോൾ ഉണ്ടാവാത്ത വികാരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അന്നുണ്ടാവാത്ത വേദനയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ടാണ് അമേരിക്കയും വെസ്റ്റേൺ നാടുകളും
ഇരട്ടത്തപ്പാണ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നത്.